ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒഡല റെയിൽവേ സ്റ്റേഷൻ എന്ന മൂവിയാണ്. ഒഡല 2 എന്ന മൂവി അടുത്തിടെ റിലീസ് ആയിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണാം. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും നമുക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റെയിൽവേ പാളത്തിൽ കൂടി ശരീരം മുഴുവൻ ചെളിപുരണ്ട ഒരു സ്ത്രീയാകട്ടെ ആരുടെയോ വെട്ടിയെടുത്ത തലയുമായിട്ട് നടന്നു പോകുന്നതാണ്. ആ സ്ത്രീയെ തലയുമായിട്ട് നേരെ വരുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. പോലീസുകാരെല്ലാം തന്നെ അത് കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പലരും ബോധം കെട്ട് വീഴുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ സ്ത്രീ കൊന്ന വ്യക്തിയുടെ ബാക്കി ശരീരഭാഗം ഒരു വെള്ളമില്ലാത്ത കിണറിൽ നിന്നും പോലീസുകാർ എടുക്കുന്നതാണ്. അവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐക്കായിരുന്നു ഈ കേസിന്റെ ചുമതല. എന്നാൽ ആ സ്റ്റേഷനിൽ IPS ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്ന അനുദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളാണ് നമ്മുടെ മൂവിയിലെ നായകൻ. പിന്നീട് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അനുദീപ് ഈ ഒഡല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്റെ ഗേൾഫ്രണ്ടായ സ്മൃതിയെ വിളിച്ചു പറയുന്നു. അടുത്ത സീനിൽ വെങ്കടേഷ് എന്ന് പറയുന്ന ആളെ കാണിക്കുന്നു. അയാൾ വിവാഹം കഴിച്ചത് മാധവി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയാണ്. ഇന്നായിരുന്നു ഇവരുടെ ശാന്തി മുഹൂർത്തം. രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വെങ്കടേഷും മാധവിയും. ആ നാട്ടിലെ മിക്ക വിവാഹത്തിനും ഫോട്ടോ എടുക്കുന്നത് സാമ്പ എന്ന് പറയുന്ന ഇയാളായിരുന്നു. ഇവരുടെ വീടിന് തൊട്ടടുത്താണ് രാധ എന്നും തിരുപ്പതി എന്നും പറയുന്ന ദമ്പതികൾ താമസിക്കുന്നത്. ആ നാട്ടിലെ വലിയ ആൾക്കാരുടെ തുണിയെല്ലാം തന്നെ വാഷ് ചെയ്യുകയും അയൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഇവരായിരുന്നു. ആ നാട്ടിലെ ഗ്രാമമുഖ്യനായിരുന്നു ഈ വ്യക്തി. ഇയാളും ഇവരുടെ കയ്യിൽ തന്നെയാണ് തുണികളെല്ലാം കൊടുക്കുന്നത്. തിരുപ്പതിയുടെ അനിയനായിരുന്നു ചന്തു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അന്ന് മാധവിയുടെയും വെങ്കടേഷിന്റെയും ആദ്യരാത്രിയായിരുന്നല്ലോ. എന്നാൽ ആ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം വിവേക് എന്ന് പറയുന്ന ഇയാൾക്കായിരുന്നു. മാധവിയെ വർഷങ്ങളായിട്ട് വിവേക് സ്നേഹിക്കുകയാണ്. എന്നാൽ ഇവനെ ഒഴിവാക്കി അവളാകട്ടെ ആ വെങ്കടേഷിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അതിലവന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കൂട്ടുകാർ അവനെ കളിയാക്കുന്നുണ്ട്. അന്നേ ഞാൻ അവളുടെ കൂടെ കിടക്കാൻ നിന്നോട് പറഞ്ഞതാ, അപ്പൊ നീ കേട്ടില്ല. നിന്റേത് പവിത്രമായ പ്രണയമാണെന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, അവൾ നിന്നെ തേച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കുറെ കളിയാക്കുകയാണ്. അതിലെല്ലാം തന്നെ ഇവന് ദേഷ്യം തോന്നുന്നുണ്ട്. സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ആ മാധവി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലെ എല്ലാവരും ഒരിടത്തേക്ക് ഓടിപ്പോകുന്നതാണ്. ന്യൂസ് കേട്ട് ഞെട്ടിത്തെറിച്ച് രാധയും തിരുപ്പതിയും അവിടെ ഓടി ചെല്ലുന്നു. അവളുടെ ബോഡി കിട്ടിയെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടിട്ട് ചന്തു ആകെ ടെൻഷനായിട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അനുദീപും മറ്റു പോലീസുകാരും സ്ഥലത്തെത്തി ബോഡി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതൊരു റേപ്പ് കേസാണെന്നും അതിനുശേഷം കൊലപ്പെടുത്തിയിരിക്കുന്നതാണെന്നും. അവിടെ പരിശോധിക്കലിൽ നിന്നും അവർക്കൊരു ഫുട് പ്രിന്റ് കിട്ടുന്നു. മാധവിയുടെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതെല്ലാം മിക്കവാറും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടായ വിവേകിന്റെ പണിയായിരിക്കുമെന്ന്. അങ്ങനെ അവർ വിവേകിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഞാനല്ലത് ചെയ്തതെന്ന് അവൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവനെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു SI ചെയ്തുകൊണ്ടിരുന്നത്. അടിക്കാതെ ചോദ്യം ചെയ്യാൻ അനുദീപ് പറഞ്ഞെങ്കിലും ഈ കാര്യമൊക്കെ ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അനുദീപിനെ അവിടെ നിന്ന് SI പറഞ്ഞു വിടുന്നു. കാരണം അവനൊരു ട്രെയിനി ആയിരുന്നല്ലോ, ഇതുവരെയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ SIയുടെയും മറ്റു പോലീസുകാരുടെയും അടിസഹിക്കവയ്യാതെ അവനാകട്ടെ കുറ്റം സമ്മതിക്കുകയാണ്. താനാണ് അവളെ കൊന്നതെന്ന് പറഞ്ഞിട്ട്. അവന്റെ ശരീരത്തിലാകട്ടെ അവളുടെ പേരിന്റെ M എന്നുള്ള ആദ്യാക്ഷരം പച്ച കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത്രയധികം അവളെ സ്നേഹിച്ചിരുന്നു. ഇവരുടെ അടി കാരണം കുറ്റം സമ്മതിപ്പിച്ച് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നേരത്ത് അവനാകട്ടെ ഓടി വന്ന് അനുദീപിന്റെ കാൽ വീണുകൊണ്ട് പറയുന്നുണ്ട് ഞാനല്ലത് ചെയ്തത്, ഇവരെന്നെ അടിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണെന്ന്, സാർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ പറയുന്നത് സത്യമാണെന്ന് അനുദീപിന് മനസ്സിലായി. അത് മാത്രമല്ല ക്രൈം ഏരിയയിൽ നിന്ന് കിട്ടിയ ഫുട് പ്രിന്റ് 10 സൈസാണ്. ഇവന്റേത് ഒരു 8 സൈസേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല മാധവിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ സെമന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. കൊലപാതകിക്ക് ഏകദേശം 30 വയസ്സ് പ്രായമുണ്ടാവുക എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവൻ ഏകദേശം 20 വയസ്സേ ഉള്ളൂ പ്രായം. അതുകൊണ്ട് ഇവനല്ല ഈ ഒരു കൊല ചെയ്തത്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുത്തൊരു കൊല നടന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കോള് വരുന്നു. ആ പെൺകുട്ടിയുടെയും മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഈ ഒരു കൊലപാതകി വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രി കഴിയുന്ന പെൺകുട്ടികളെയാണ് കൊല്ലുന്നത്. ഇത് മിക്കവാറും ഒരു സീരിയൽ കില്ലർ ആകുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതേ ടൈമില് നമ്മുടെ രാധയും തിരുപ്പതിയും കാണിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും ഇവർക്ക് ഇതുവരെയും കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല. അതിനവർ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ രാത്രിയിൽ വന്ന് എന്റെ അടുത്ത് വെറുതെ കിടക്കുകയുള്ളൂ, അല്ലാതെ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് രാധ ആ ഒരു വൈദ്യരോട് പറയുന്നത്. അയാൾ ഒരുപാട് മരുന്നുകൾ ഇവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർക്കിടയിൽ വലുതായിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. ഇവിടെ രണ്ടാമത്തെ കൊലപാതകം നടന്നറിഞ്ഞിട്ട് പോലീസുകാർ ആ ബോഡി കാണാൻ വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിക്രൂരമായിട്ടാണ് അവൾ റേപ്പിനിരയായിരിക്കുന്നത്. ആ നാട്ടിലെ ചെറിയൊരു മോഷണം പോലും അങ്ങനെ നടക്കാറില്ല. അപ്പോഴാണ് ഈ ഒരു സീരിയൽ കില്ലിംഗ് വന്നിരിക്കുന്നത്. ഇതൊരു സീരിയൽ കില്ലിംഗ് ആണെന്ന് അനുദീപ് പറയുന്നുണ്ടെങ്കിലും SI ഇതൊന്നും കാര്യമാക്കുന്നില്ല. നിങ്ങൾ ഓവറായിട്ട് പഠിച്ചതിന്റെ കുഴപ്പമാണെന്നാണ് SI പറയുന്നത്. എന്നാൽ ഈ രണ്ട് മർഡറും തമ്മിൽ ബന്ധമുണ്ടെന്ന് അനുദീപിന് ഉറപ്പായിരുന്നു. ഇതിനെപ്പറ്റി എല്ലാം തന്നെ സ്മൃതിയോട് സംസാരിക്കുന്നു. സാധാരണ കുട്ടികളെയും വെർജിനായിട്ടുള്ള സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്യുന്ന സീരിയൽ കില്ലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യരാത്രി കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഈ ഒരു കില്ലർ റേപ്പ് ചെയ്തിരിക്കുന്നത്. അവൻ രണ്ടാമത്തെ കൊലപാതകം നടന്ന ആ ഒരു സ്പോട്ടിൽ ഒന്നുകൂടി പോയി പരിശോധിക്കുന്നു. അവിടെ നിന്നും ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോൺ അവന് കിട്ടുന്നുണ്ട്. അതിലെ കോണ്ടാക്ട്സും മറ്റും പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും റേപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോണിലെ ക്യാമറയിൽ അറിയാതെ റെക്കോർഡായ ഒരു വിഷ്വൽസ് അവന് കിട്ടുന്നുണ്ട്. പെൺകുട്ടിയുടെ കൊലപാതകിയുടെ ഒന്നും തന്നെ മുഖമുണ്ടായിരുന്നില്ല. എന്നാൽ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ അതിൽ കേൾക്കാമായിരുന്നു. അതിലെ കില്ലറാകട്ടെ ആ പെൺകുട്ടിയോട് ആദ്യരാത്രിയിൽ നിന്റെ ഭർത്താവ് എന്തൊക്കെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ആദ്യരാത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ വായിലൂടെ കേൾക്കുന്നതിലൂടെ ആ ഒരു കില്ലർ ഹരം കൊള്ളുകയായിരുന്നു. എന്നിട്ട് അവൾ
അവളുടെ ഹസ്ബൻഡ് അവളെ എന്തൊക്കെ ചെയ്തോ അതെല്ലാം തന്നെ അവിടെ വെച്ച് അവനും ചെയ്യുന്നു. അങ്ങനെ ക്രൂരമായ റേപ്പിനൊടുവിൽ ആ പെൺകുട്ടികളെ കൊന്നുകളയുകയും ചെയ്യുന്നു. ഇതായിരുന്നു ഈ ഒരു കില്ലറിന്റെ രീതി. എന്നാൽ അവന്റെ വോയിസ് മാത്രമേ ഇതിൽ റെക്കോർഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വോയിസ് വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആ ടൈമില് നന്ദുവിനാകട്ടെ സാമ്പയുടെ കോള് വരുന്നു. ഈ സാമ്പയാകട്ടെ അശ്ലീല വീഡിയോസ് എല്ലാം തന്നെ നന്ദുവിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നിനക്കിതൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാകട്ടെ കുളിക്കാൻ പോകുന്നുണ്ട്. കുളിമുറിയുടെ ഡോറിന്റെ ഹോളിലൂടെ അവൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുവഴി പോയി ഏതോ സ്ത്രീയാകട്ടെ നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ പെണ്ണെയാണ് നോക്കുന്നത്, അതിന് നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് അവൻ ഓടിച്ചു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് കുളി കഴിഞ്ഞ് നിൽക്കുന്ന രാധയാണ്. രാധ തന്റെ ബ്ലൗസിൽ പിന്നൊന്ന് കുത്തിത്താന്ന് പറഞ്ഞിട്ട് തിരുപ്പതിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അവന്റെ കൈ വിറയ്ക്കുന്നുണ്ട്. അവളുടെ ആ ശരീരമൊക്കെ കണ്ടിട്ട് നിനക്ക് രാത്രിയിലും വരയില്ല പകലും വരയില്ല, മര്യാദയ്ക്ക് പിന്നുകുത്താൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നിന്റെ ദേഹത്ത് കൊള്ളുമെന്നുള്ള പേടിയാണ് എനിക്കെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി മുതൽ നിന്റെ ഒരു മീശ പോലും എന്റെ ശരീരത്തിൽ കൊണ്ടിട്ടില്ല, പിന്നെയാണോ ഈ പിന്ന്? അവൻ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ നല്ല പോലെ അണിഞ്ഞൊരുങ്ങാത്തേന്ന്. ഞാൻ നല്ല പോലെ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തുണി തരാൻ വരുന്നവരൊക്കെ എന്നെ വായി നോക്കും, അത് നിനക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇവിടെ പോലീസുകാര് ആ ഒരു വോയിസ് ക്ലിപ്പ് പലരെയും കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ചന്തുവിന്റെയും തിരുപ്പതിയുടെ അടുത്ത് എത്തുമ്പോൾ തിരുപ്പതി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ആ സാമ്പയുടെ വോയിസ് പോലെ ഉണ്ടെന്ന്. ചന്തു അത് ഉറപ്പിച്ച് പറയുന്നു ഇത് അവന്റെ തന്നെ വോയിസ് ആണ്. അങ്ങനെ പോലീസുകാര് ആ സാമ്പയെ പിടിച്ചിട്ട് അവന്റെ വോയിസ് വെച്ച് മാച്ചാക്കി നോക്കുമ്പോൾ അത് മിസ്മാച്ച് ആയിട്ടാണ് കാണിക്കുന്നത്. അവന്റെ വക്കീല് വന്നിട്ട് പറയുന്നുണ്ട് അവൻ ആ ഒരു സമയത്ത് ഈ നാട്ടിലുണ്ടായിരുന്നില്ല എന്ന്, മറ്റൊരു വിവാഹത്തിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോയിരുന്നതാണ്. അതോടുകൂടി പോലീസുകാർക്ക് അവനെ വെറുതെ വിടേണ്ടി വരുന്നു. പോലീസുകാർക്ക് പ്രഷർ കൂടി തുടങ്ങി എത്രയും പെട്ടെന്ന് കേസ് സോൾവ് ആക്കണം. ഒടുവിൽ അനുദീപ് ഒരു ഐഡിയ പറയുന്നു. എന്തായാലും പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ സെമനിൽ നിന്നും നമുക്കൊരു DNA കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ആൾക്കാരുടെ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. എന്നാൽ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും അങ്ങനെ മാച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല എന്നാണ് SI പറയുന്നത്. അതിന്റെ ആവശ്യമില്ലെന്ന് അനുദീപ് പറയുന്നു. റിപ്പോർട്ട് പ്രകാരം കൊലപാതകി 25-നും 30-നും ഇടയിൽ ഏജുള്ള ആളാണ്. മാത്രമല്ല അയാളുടെ ഷൂ സൈസ് 10 ആണ്. അയാളുടെ ചെരുപ്പിന്റെ സൈസ് വെച്ചിട്ട് അയാളുടെ ഏകദേശം ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ DNA സാമ്പിൾ എടുത്താൽ മതി. അത് ഏകദേശം 25 പേരോളം വരുമായിരുന്നു. സാമ്പിൾസ് എടുത്ത് പോലീസുകാരെ അയക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് വരണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും. അപ്പോഴാണ് അവിടുത്തെ സർപ്പഞ്ചാകട്ടെ തന്റെ മകളുടെ കല്യാണം വിളിക്കാൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. അനുദീപ് അയാളോട് പറയുന്നുണ്ട് ആ കൊലപാതകയെ പിടിച്ച ശേഷം മാത്രം നിങ്ങൾ ഈ കല്യാണം നടത്തിയാൽ മതിയെന്ന്, ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യാൻ. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നറിയാം. എന്നാൽ അയാൾ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ കയറി ഒരുത്തനും കളിക്കാൻ തയ്യാറാകില്ല, എല്ലാവർക്കും എന്നെ പേടിയാണെന്ന്. അതുകൊണ്ട് എന്റെ മകളുടെ കല്യാണം തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ നടത്തും. അങ്ങനെ ആ നാട്ടിലെ എല്ലാവരും ചേർന്നിട്ട് ആഘോഷപൂർവ്വം ആ ഒരു വിവാഹം നടത്തി. സാമ്പ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ആകട്ടെ ഒരുതരം കാമവറിയോട് കൂടിയാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ഫോട്ടോകൾ എടുത്തുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും അനുദീപ് 2 പോലീസുകാരോട് അവിടെ കാവൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ആദ്യ രാത്രി കഴിയുന്നു. രാത്രി മുഴുവൻ പോലീസുകാർ കാവലിനുണ്ട്. രാവിലെ നോക്കുമ്പോഴാകട്ടെ ആ പെൺകുട്ടി തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. പോലീസുകാരും അവരുടെ പിറകെ തന്നെ പോകുന്നു. കാരണം ആദ്യ രാത്രിക്ക് ശേഷമാണല്ലോ ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. സർപ്പഞ്ചിന്റെ ഒറ്റ മകളായിരുന്നു അവള്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വരനെയായിരുന്നു അയാൾ സെലക്ട് ചെയ്തതും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് വിവാഹം നടന്നതും അവൾ ആദ്യ രാത്രി ആഘോഷിച്ചതും എല്ലാം തന്നെ. പിന്നെ ഇവർ 2 പേര് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഓപ്പോസിറ്റുള്ള ചായക്കടയിലേക്ക് പോയി ചായ കുടിക്കുകയായിരുന്നു ആ പോലീസുകാര്. ട്രെയിൻ വന്ന് പോകുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി അവിടെ ബോധം കെട്ട് കിടക്കുന്നു. ആ സർപ്പഞ്ചിന്റെ മകളെ കാണാനില്ല. പോലീസുകാർ അടുത്തുള്ള ചോളത്തോട്ടം മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയും കൊണ്ട് കൊലപാതകി ചോളത്തോട്ടത്തിന്റെ നടുക്കേക്ക് പോകുന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുടെ മുഖം കണ്ടിട്ട് ഇത് നീയാണോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതേന്ന് പറഞ്ഞുകൊണ്ട് അവനാകട്ടെ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആദ്യ രാത്രിയിൽ എന്തൊക്കെയാ നടന്നതെന്ന്. അവളെ കൊണ്ടതെല്ലാം പറയിപ്പിച്ചുകൊണ്ട് അവനാകട്ടെ അവളെ റേപ്പ് ചെയ്യുകയായിരുന്നു. പോലീസുകാർ അവിടെയെല്ലാം തേടിയെങ്കിലും ഈ പെൺകുട്ടിയെ കാണുന്നില്ല. അനുദീപിനെ വിവരം അറിയിച്ച കാരണം അനുദീപും മറ്റു സംഘങ്ങളും എത്തി അവിടെയെല്ലാം തന്നെ പരിശോധിക്കുന്നു. ഒടുവിൽ ഇവർ കണ്ടെത്തുന്നുണ്ട് ആ കൊലയാളി പെൺകുട്ടിയെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോടി അടുത്തേക്ക് വരുമ്പോഴേക്കും ആ പെൺകുട്ടി അവൻ കൊന്നിട്ടുണ്ടായിരുന്നു. ഒരു കല്ലുകൂടി എടുത്ത് അവളുടെ തലയിലേക്ക് എറിഞ്ഞിട്ട് ആ കൊലപാതകി ഓടിപ്പോകുന്നു. പോലീസുകാർ പിറകെയും. ഒടുവിൽ കൊലപാതകയുടെ പിറകെ അനുദീപ് മാത്രമാണ് ഓടുന്നത്. ബാക്കി പോലീസുകാരെല്ലാം തന്നെ ഒരുപാട് ബാക്കിലായി പോയിരുന്നു. ഇടയ്ക്ക് വെച്ച് സ്ലിപ്പായി അനുദീപ് ഒന്ന് വീഴുന്നു. എന്നിട്ട് അവൻ എഴുന്നേറ്റുകൊണ്ട് ഒരു കല്ലെടുത്ത് ആ കൊലപാതകയുടെ നേരെ അറിയുന്നു. ആ കല്ല് പോയി കൊണ്ടാളുടെ മുഖം നോക്കിയപ്പോൾ അത് ചന്തുവായിരുന്നു. ഞാൻ മോട്ടർ എടുക്കാൻ വന്നതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും ഇനി ഈ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ അവനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. സംഭവറിഞ്ഞ് രാധ ഞെട്ടിപ്പോയി. അവളാകട്ടെ ഒപ്പം തന്നെ തിരുപ്പതിയും വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ ആൾക്കാരെല്ലാം തന്നെ അവരെ ശപിക്കുകയായിരുന്നു. എന്നാൽ കാര്യമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ സർപ്പഞ്ച് പറയുന്നുണ്ട് നിങ്ങൾ കോടതിക്ക് അവനെ വിട്ടുകൊടുക്കാതെ എനിക്ക് തരണമെന്ന്. വേറെ വഴിയില്ലാതെ SI ആകട്ടെ ചന്തുവിനെ സർപ്പഞ്ചിന് വിട്ടുകൊടുക്കുന്നു. അനുദീപ് അവിടേക്ക് എത്തിയപ്പോഴേക്കും ഈ കാര്യം അറിഞ്ഞിട്ട് SIയുമായിട്ട് അവൻ ആകെ വഴക്കിലായി. ആ സമയത്താണ് രാധയും തിരുപ്പതി അവിടേക്ക് വരുന്നത്. ചന്തു എവിടെ, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ രാധ പറയുന്നുണ്ട്. എന്നാൽ ഇനി തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവനെ സർപ്പഞ്ച് കൊണ്ടുപോയെന്നാണ് അനുദീപ് പറയുന്നത്. രാധ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. കാൽ വീണ് പറയുന്നുണ്ട് ചന്തു ഒന്നും ചെയ്യില്ല എന്ന്. എന്നാൽ അയാളാകട്ടെ ദേഷ്യത്തില് അവളുടെ തലമുടിക്ക് കുത്തിപ്പിടിക്കുകയാണ്. ഇത്
കണ്ട് തിരുപ്പതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇവളുടെ മുടിയിലൊന്ന് കുത്തിപ്പിടിച്ചപ്പോഴേക്കും നിനക്ക് ദേഷ്യം വന്നല്ലേ? അപ്പോൾ അവൻ എന്റെ മകളെ എത്രത്തോളം ക്രൂരമായിട്ടാണ് കൊന്നതെന്ന് നിനക്കറിയില്ലേ? ഞാൻ അത്രയധികം സ്നേഹിച്ച് വളർത്തിയത് അവളെ. അങ്ങനെയുള്ള എന്റെ മകളെ കൊന്ന് അവനെ ഞാൻ വെറുതെ വിടില്ല. അയാൾ അവനെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ കാണാൻ പോകുന്നു. 1 ലക്ഷം രൂപയാണ് വക്കീൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ പിറ്റേന്നാകട്ടെ അനുദീപ് സർപഞ്ചിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ അന്വേഷിച്ച കില്ലർ ചന്തു അല്ല എന്ന്. കാരണം ഒരു പെൺകുട്ടി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള ചന്തു എന്തായാലും ആ പെൺകുട്ടിയെ കൊല്ലില്ലല്ലോ. അപ്പോൾ കില്ലർ പുറത്തു തന്നെയുണ്ട്. ആ ചോളത്തോട്ടത്തില് പോലീസുകാർ കില്ലറിനെ പിടിക്കാൻ ഓടിക്കുന്ന സമയത്ത് ചന്തു അവിടെ ഉണ്ടായിരുന്ന ഒരു മോട്ടോർ മോഷ്ടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. കില്ലറാണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാർ അവനെ പിടിച്ചതാണ്. സർപഞ്ച് വന്ന് പോലീസുകാരെ കുറെ വഴക്ക് പറയുന്നുണ്ട്. പുതിയ പെൺകുട്ടിയുടെ ബോഡി ആകട്ടെ പോലീസുകാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് കേസ് അന്വേഷിച്ച് ആ ഒരു കില്ലറിനെ കണ്ടെത്താൻ പറയുന്നു. എന്നിട്ട് ചന്തുവിനെ എത്രയും പെട്ടെന്ന് അവന്റെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവന്റെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് കുറച്ച് കാശ് കൊടുത്തെങ്കിലും രാധ അതൊന്നും വാങ്ങുന്നില്ല. രാത്രിയില് അനുദീപാകട്ടെ സ്മൃതി എടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ കില്ലറിനെ പിടിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ സ്മൃതി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. നമുക്ക് വിവാഹം കഴിക്കാം. നമ്മുടെ ആദ്യ രാത്രിക്ക് ശേഷം അവൻ എന്തായാലും എന്നെ കൊല്ലാൻ വരും. അന്ന് അവനെ നമുക്ക് കൈയോടെ പൊക്കാം. ആദ്യ അനുദീപ് ഇതിനെ എതിർത്തെങ്കിലും സ്മൃതി പറയുന്നുണ്ട്, ഡ്രഗ്സിന്റെ പിടിയിലായിരുന്ന എന്നെ വീട്ടുകാർ പോലും ഉപേക്ഷിച്ചതാണ്. അവിടെ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നീയാണ്. ഇന്ന് ഞാൻ ഡോക്ടറായി ഇരിക്കുന്നതിനും കാരണം നീയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്തായാലും ഇത് ഞാൻ ചെയ്യുമെന്ന്. അങ്ങനെ അവളുടെ നിർബന്ധം കാരണം ആ ഒരു ഡീലിന് അനുദീപ് സമ്മതിക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ അനുദീപ് ഒഡല എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വരുന്നു. അനുദീപ് ആകട്ടെ TV ചാനലിലൂടെ സംസാരിക്കുന്നുണ്ട്, ആ കില്ലറിനെ എന്തായാലും എന്നെ കൊണ്ട് പിടിക്കാൻ സാധിച്ചില്ല. എന്റെ ട്രെയിനിങ് പൂർത്തിയാക്കി ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അതിനു മുമ്പ് ഈ നാട്ടിൽ വെച്ചിട്ട് എന്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. നീ ശരിക്കും ആണാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ ഭാര്യ ഒന്ന് തൊട്ടു നോക്ക്. അത്രയും പറഞ്ഞിട്ട് അനുദീപ് അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ തിരുപ്പതിയും ചന്തുവും സാമ്പ എല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് സ്മൃതിയുടെയും അനുദീപിന്റെ വിവാഹം കഴിയുന്നുണ്ട്. അതിന്റെ ഫോട്ടോസും സാമ്പയാണ് എടുക്കുന്നത്. സാമ്പയും ചന്തുവും ഒക്കെ സ്മൃതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയായിരുന്നു. വിവാഹശേഷം കോട്ടേഴ്സിലേക്ക് വരികയാണ് ഇവർ. അവിടെ എല്ലാം തന്നെ ഒരുക്കുന്നത് രാധയും തിരുപ്പതിയും ചേർന്നിട്ടാണ്. എല്ലാവർക്കും ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ തിരുപ്പതിയുടെ കയ്യിൽ അനുദീപ് കാശും കൊടുക്കുന്നു. അന്ന് രാത്രി തിരുപ്പതിയും സാമ്പയും ചന്തുവും ചേർന്നിരുന്ന് മദ്യപിക്കുകയായിരുന്നു. സാമ്പയാകട്ടെ തിരുപ്പതിയോടും ചന്തുവിനോടും പറയുന്നുണ്ട്, ആ പോലീസുകാരന്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്ന്. അയാളിപ്പോൾ എൻജോയ് ചെയ്യുകയായിരിക്കും. ഇത് കേട്ട് തിരുപ്പതി അവനോട് പറയുന്നുണ്ട്, നിനക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നീ പോയി കല്യാണം കഴിക്കാൻ. എന്നാൽ സാമ്പ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ നാട്ടിൽ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ ആ കില്ലറാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്തുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നെ ഉപദ്രവിച്ചവരോടെല്ലാം തന്നെ പകരം വീട്ടാനുള്ള പകയുണ്ടായിരുന്നു ചന്തുവിന്റെ മനസ്സിൽ. അങ്ങനെ അനുദീപിന്റെ സ്മൃതിയുടെയും ആദ്യ രാത്രി കഴിഞ്ഞു. അന്ന് രാത്രി രാധയാകട്ടെ എലിയുടെ ബഹളം കേട്ടിട്ട് ഉണരുന്നുണ്ട്. എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയാകട്ടെ താഴെ തള്ളിയിടുന്നു. പെട്ടിയൊന്ന് തിരിച്ചെടുത്ത് വെക്കാൻ നേരത്ത് അവള് വെറുതെ ഒന്ന് തുറന്നു നോക്കുന്നു. അതിൽ നിറയെ സ്ത്രീകളുടെ ഇന്നേഴ്സും കുറെ ആഭരണങ്ങളുമായിരുന്നു. അത് കണ്ടതും അവള് ഞെട്ടിപ്പോയി. അവൾ ആ ആഭരണങ്ങളെല്ലാം തന്റെ സാരിത്തുമ്പിൽ കെട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. തിരുപ്പതിയും ചന്തു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൾ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് തിരുപ്പതി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോവുകയാണെന്ന്. ഞാൻ ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൾ ആ മരിച്ചുപോയ പെൺകുട്ടികളുടെ വീട്ടിലേക്കായിരുന്നു പോകുന്നത്. ഓരോരുത്തും പോയിട്ട് ആ ആഭരണങ്ങൾ കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ മകളുടേതാണെന്ന് ചോദിക്കുന്നു. അവരെല്ലാവരും പറയുന്നുണ്ട് ഇത് തങ്ങളുടെ മകളുടേതാണെന്ന്. അവള് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ തിരുപ്പതിയും ഉണ്ടായിരുന്നില്ല, ചന്തുവും ഉണ്ടായിരുന്നില്ല. പേടിച്ചു പോയ അവളാകട്ടെ അപ്പൊ തന്നെ അനുദീപിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അനുദീപ് ആ ഫോൺ അടിക്കുന്ന ശബ്ദമൊന്നും തന്നെ കേട്ടില്ല. തിരുപ്പതി അപ്പോൾ അവിടെ വന്നിട്ട് അനുദീപിനോട് പറയുന്നുണ്ട്, കഴുകാനുള്ള തുണികൾ തരാൻ. ഉള്ളിലുണ്ട്, നീ പോയി എടുത്തു എന്ന് പറഞ്ഞിട്ട് അവനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അവൻ തുണിയെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് തുണിയെല്ലാം തന്നെ സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് കെട്ടി അവൻ അവിടെ നിന്നും പോയി. അപ്പോഴും രാധയാകട്ടെ അനുദീപിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ ഫോൺ നോക്കുകയും അവളുടെ മിസ് കോൾ കണ്ട് പേടിച്ചിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാഡം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നു. ഒരു തവണയൊന്ന് പോയി നോക്കാൻ അവൾ പറയുന്നുണ്ട്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവിടെയെങ്ങും തന്നെ സ്മൃതിയെ കാണുന്നില്ല. അത് കേട്ട് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് രാധ പറയുന്നുണ്ട്, ആ കില്ലർ വേറെ ആരുമല്ല എന്റെ ഹസ്ബൻഡ് തിരുപ്പതിയാണെന്ന്. അത് കേട്ടതും അനുദീപ് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അവൻ തുണിയെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന സ്മൃതിയാണ് മയക്കിക്കിടത്തി സൈക്കിളിന്റെ ബാക്കിൽ കെട്ടിവെച്ചുകൊണ്ട് പോയത്. സാർ അവിടെയെല്ലാം അന്വേഷിക്കും, ഞാനിവിടെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് രാധയും അനുദീപും രണ്ടു വഴിക്ക് പോയി. അത് തിരുപ്പതിയുടെ ഡ്രസ്സാകട്ടെ അവളുടെ നായയെ മണപ്പിക്കുന്നു. ആ നായ അവൾക്ക് വഴികാട്ടിയായിട്ട് പോകുന്നുണ്ട്. ഒരു സർക്കാർ കിണറിന്റെ അടുത്താണ് അത് എത്തിച്ചേരുന്നത്. അവൾ നോക്കുമ്പോൾ കാണുന്നത് ആ കിണറിനുള്ളിൽ വെച്ചിട്ട് തിരുപ്പതിയാകട്ടെ സ്മൃതിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു. നാട്ടുകാരെ എല്ലാം തന്നെ അവൾ വിളിച്ചുകൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അവളോട് മിണ്ടാതിരിക്കാൻ തിരുപ്പതി പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന അവനാകട്ടെ മുകളിലേക്ക് കയറി വന്ന് അവളെ അടിക്കുന്നു. നീ എന്തിനാടെ ഈ ക്രൂരതയ്ക്ക് ഈ പാവം പെൺകുട്ടികളോട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ കാരണമാണ് ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടി വന്നതെന്ന്. അവൻ അവന്റെ വോയിസ് തന്നെ മാറ്റിയായിരുന്നു സംസാരിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രാധയുടെയും തിരുപ്പതിയുടെയും വിവാഹം നടക്കുന്ന സമയത്ത് രാധയ്ക്ക് വിവാഹത്തിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛൻ 3 മാസം മുമ്പ് മരിച്ചുപോയത് കൊണ്ട് പെട്ടെന്നാണ് വീട്ടുകാർ അവളുടെ വിവാഹം നടത്തിയത്. നീ എന്റെ ഭാര്യയായത് എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നതെന്ന് തിരുപ്പതി അവളോട് പറയുന്നു. എന്നാൽ ഒരുതരം വെറുപ്പോടുകൂടി അവൾ അവനോട് പറയുന്നുണ്ട്, നിന്റെ സ്വപ്നങ്ങളൊക്കെ നടന്നു, പക്ഷെ എന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നുപോയി. അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ തുണി അലക്കാനാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ 3 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിലും അവളും അവനും തമ്മിൽ ചേരില്ല എന്നാണ് അവള് പറയുന്നത്.
എന്താണെങ്കിലും ഇനി സഹിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടേക്ക് കിടക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്തോ. എന്നാൽ അവനാകട്ടെ അവളുടെ അടുത്തേക്ക് വരുമ്പോ അവൾ ചോദിക്കുന്നുണ്ട് നീ പല്ല് തേച്ചായിരുന്നു എന്ന്. തേച്ചു എന്ന് അവൻ പറയുന്നു. വീണ്ടും അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ കുളിച്ചോന്ന് ചോദിക്കുന്നു. വല്ലാതെ നിന്റെ ദേഹത്ത് നിന്ന് വിയർപ്പിന്റെ മണം വരുന്നുണ്ട്. അങ്ങനെ അറപ്പ് തോന്നിക്കുന്ന രീതിയിലായിരുന്നു അവളുടെ സംസാരം മുഴുവൻ. അവളെ അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുൻപ് അവള് വീണ്ടും പറയുന്നുണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നിന്നെക്കുറിച്ച് പറയുന്നത് ശരിയാണോ എന്ന്. അവരൊക്കെ എന്നെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നീ എല്ലാവരെയും സഹോദരിമാരെ പോലെയാണ് കാണുന്നതെന്നാണ് അവര് പറയുന്നത്. കാണാത്ത ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയമാണ്. അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് അവൻ ആകെ വിറച്ചുകൊണ്ട് അവളെ ഉമ്മ വെക്കാൻ ആരംഭിച്ചു. എന്നാൽ അവള് വെറുതെ ഒരു ശവത്തെ പോലെ കിടന്നു കൊടുക്കുകയായിരുന്നു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം അവനെ കൊണ്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പതിയെ തിരിഞ്ഞു കിടന്നു. അവളും തിരിഞ്ഞു കിടന്നുറങ്ങി. പിന്നീടുള്ള എല്ലാ രാത്രികളിലും അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവനെ അവൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അവൾ ആ വൈദ്യനെ കാണാൻ പോകുന്ന സമയത്തും അവനെ ഓരോന്ന് പറഞ്ഞ് നാണം കെടുത്തിയിരുന്നല്ലോ. അവൻ എന്റെ കൂടെ കിടക്കുകയല്ല എന്റെ അടുത്ത് കിടക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അവൾ അന്ന് പറഞ്ഞത്. അനുദീപിന്റെ സ്മൃതിയുടെയും മണിയറ ഒരുക്കുന്ന സമയത്ത് പോലും ഇവളാകട്ടെ ഇവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ബെഡ് പൊളിക്കൂന്ന് അവൻ പറഞ്ഞപ്പോൾ നിന്നെ കൊണ്ട് ഒന്നും തന്നെ തകർക്കാൻ പറ്റില്ല എന്നാണ് അവള് പറയുന്നത്. നീ ഒരു കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ നിനക്കൊരു നല്ല ഭർത്താവായിട്ടിരിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ നീ എന്നെ ഒരു രാക്ഷസനാക്കി മാറ്റി. എനിക്ക് ആണത്തമില്ല ഇല്ലാന്ന് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ. ആ ആണത്തം കാണിക്കണമെങ്കിൽ എനിക്കൊരു പെണ്ണിന്റെ സഹായം കൂടി വേണമായിരുന്നു. നിന്നെ കൊണ്ടത് പറ്റിയില്ല. പക്ഷെ മറ്റു പലരെയും കൊണ്ട് സാധിച്ചു. അന്ന് മാധവിയുടെ ആദ്യരാത്രി നടക്കുന്ന സമയത്ത് ഇവനാകട്ടെ പുറത്തേക്കിറങ്ങിയപ്പോൾ ജനലിലൂടെ അതവൻ ഒളിച്ചു കണ്ടിരുന്നു. ആ സമയത്ത് അവന്റെ ഉള്ളിലേക്ക് ആ ഫീലിംഗ്സ് എല്ലാം തന്നെ വന്നു. ആണത്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് മാധവി അവൻ റേപ്പ് ചെയ്യുന്നു. അവന്റെ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ കൊല്ലുകയും ചെയ്തു. പക്ഷെ അന്ന് കിട്ടിയ ആ ഒരു സുഖം വീണ്ടും വീണ്ടും കിട്ടണമെന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് പിന്നീട് അവൻ പെൺകുട്ടികളെ എല്ലാം തന്നെ റേപ്പ് ചെയ്ത് കൊന്നത്. അർദ്ധരാത്രിയിൽ നടന്ന കാര്യങ്ങൾ അവർ പറയുമ്പോഴെല്ലാം തന്നെ അവന്റെ സിരയിലൂടെ കടന്നുപോയൊരു തീയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവൻ ആസ്വദിക്കുകയായിരുന്നു. എന്റെ ആദ്യരാത്രിയിൽ ഞാൻ ഫെയിലായി പോയെങ്കിൽ അവരുടെ എല്ലാം ആദ്യരാത്രിയിൽ ഞാൻ സക്സസ് ആയി. അതുപോലെ അവന് സ്മൃതിയും വേണമായിരുന്നു. അവളെ അവിടെ നിന്നും തള്ളി മാറ്റിയ ശേഷം അവൻ കിണറിനുള്ളിലേക്ക് ഇറങ്ങി. സ്മൃതി അവൻ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചെളിയിൽ വീണ് കിടന്ന രാധയാകട്ടെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തൂമ്പയുമായിട്ട് നേരെ താഴേക്ക് ചാടുന്നു. എന്നിട്ട് സ്വന്തം ഭർത്താവായ തിരുപ്പതിയുടെ തല വെട്ടിമാറ്റുകയാണ്. അവൻ ഉടുത്തിരുന്ന സാരി എടുത്ത് അവൾ സ്മൃതിക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നിട്ട് വെട്ടിയെടുത്ത് അവന്റെ തലയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഇൻഫീരിയർ ഇമ്പോർട്ടൻസി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയായിരുന്നു അവൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇഷ്ടപ്പെടാത്ത വിവാഹത്തിലൂടെ രാധ ഒരുപാട് വിഷമിച്ചു. ആ വിഷമത്തിലും ദേഷ്യത്തിലും അവൾ പറഞ്ഞ വാക്കുകൾ തിരുപ്പതിയെ ഒരുപാട് വേദനിപ്പിച്ചു. അതവനെ ഒരു രാക്ഷസനാക്കി മാറ്റി. അവന്റെ പകയിൽ ആ ഗ്രാമത്തിലെ ഒരുപാട് പേർക്ക് ജീവനും നഷ്ടമായി. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ട് റിലീസായിട്ടുണ്ട്. അതിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പൊ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.